60 ദിവസത്തേക്ക് ഇൻസ്റ്റാഗ്രാമുകാർ എന്റെ സബ് കളഞ്ഞു ഗൈസ്. ഇഷ്ടമുള്ള രീതിയിൽ ചിലപ്പോൾ ഞാൻ ക്ലീവേജ് കാണിക്കും, ചിലപ്പം മുലക്കച്ച കെട്ടി വേണം, ചിലപ്പോൾ നാളെ വരും, ചിലപ്പോൾ ഞാൻ നേവൽ കാണിച്ചിട്ട് വരും. എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ഇടും. ഇതിപ്പോ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ അടി നാട്ടിൽ പോകണമെന്ന് പറയുമ്പോൾ അയാൾ പിന്നീട് എനിക്ക് അവിടുത്തെ അറബി പറഞ്ഞു മനസ്സിലാക്കി തന്നെ എന്നെ ആ വീട്ടിൽ ഇവർ കൊണ്ടുപോയി കൊടുത്തിട്ട് അവരോട് എത്രയോ കാശ് വാങ്ങി. ശ്രീകുട്ടി അറിയില്ലേ, നമ്മുടെ അലൻ ജോസ് പെരേരയുടെ സ്വന്തം ശ്രീകുട്ടി. പണ്ട് അലൻ ജോസ് പെരേരയുമായി കല്യാണമൊക്കെ കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദമൊക്കെ ഉണ്ടായിരുന്നില്ലേ. ആ പെണ്ണെന്നെ ശ്രീലക്ഷ്മി എന്നുള്ളതാണ് ആളുടെ ശരിക്കുമുള്ള പേര്. ശ്രീലക്ഷ്മി ഇപ്പൊ പഴയ ശ്രീകുട്ടി ഒന്നല്ല, ഒരുപാട് വളർന്നു. ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ ലോകത്ത് ഒരു പുത്തൻ വാഗ്ദാനമായി നമ്മുടെ ശ്രീലക്ഷ്മി കുട്ടി മാറിക്കഴിഞ്ഞു. ശരീര പ്രദർശനം നടത്താനും അഴിഞ്ഞാടാനും എനിക്ക് യാതൊരു മടിയും ഇല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ ലോകത്തേക്ക് ശ്രീകുട്ടി അടിച്ചു കയറി വന്നത്. പണ്ട് അറബിന്റെ വീട്ടിൽ അടിമപ്പണി എടുത്ത പെണ്ണാണ് ഇപ്പൊ യുവാക്കളുടെ രോമാഞ്ച കഞ്ചുകമായി മാറിയിരിക്കുന്നതെന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കും? അങ്ങനെ ഒരു ബാക്ക് സ്റ്റോറി ശ്രീകുട്ടിക്ക് ഉണ്ട്. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് തന്റെ അഴിഞ്ഞാട്ടത്തെ ന്യായീകരിച്ചുകൊണ്ടുള്ള ശ്രീകുട്ടിയുടെ ചില വീഡിയോകൾ നമുക്കൊന്ന് കണ്ടുനോക്കാം. എന്റെ എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ കണ്ടവര് സബിലേക്ക് വന്നോളൂ. ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയാ വിശേഷം? ഞാൻ രാവിലെ ഒരു സന്തോഷ വാർത്ത പറയാൻ വന്നതാണ് ഗൈസ്. എന്താന്ന് വെച്ചാൽ ഇപ്പൊ സബിന്റെ വിവാദങ്ങളൊക്കെ നടക്കുകയല്ലേ. ഈ വിവാദങ്ങളൊക്കെ നടക്കുന്നതിന് മുന്നേ സബ് കൊണ്ടു നടന്ന ഒരാളാണ് ഞാൻ കേട്ടോ. ആഹാ, എന്തൊരു അഭിമാനത്തോടെയാണ് പറയുന്നത് നോക്കി. എന്തോ വലിയ അച്ചീവ്മെന്റ് നേടിയ പോലെയാണ് വർത്താനം കേട്ടാ തോന്നുന്നത്. ഞാൻ പണ്ട് ഈ ഫീൽഡിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ. ശരീര പ്രദർശനം നടത്തി പൈസ ഉണ്ടാക്കുന്ന പരിപാടിയെയാണ് ഇത്ര വലിയ സംഭവത്തോടുകൂടി പറയുന്നത് ഓർക്കണം. ബാക്കി എന്തൊക്കെ ഉണ്ടായിരുന്നു. ഒരു രീതിയിൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിരുന്ന ഒരു സബ് എനിക്കുണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് സബ്സ്ക്രൈബർമാരും ഉണ്ടായിരുന്നു, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു. അങ്ങനെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരുന്ന സബ് പെട്ടെന്ന് ഒരു ദിവസം കാണാതായി. ഞാൻ ഇത്രമാത്രം ടെൻഷൻ അടിച്ചു, ഒരുപാട് ടെൻഷൻ അടിച്ചു. എന്റെ സബിന് എന്ത് പറ്റി? ഈശ്വര, കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ടായിരുന്നു. അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു, ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരുന്ന സബ്. ഞാൻ ലൈവ് പോകും, സ്റ്റോറീസ് ഇടും, റീൽസ് ഇടും, ക്ലീവേജ് കാണിക്കും, വയറ് കാണിക്കും. ആഹാ, എന്തായാലും അങ്ങനെ എല്ലാം കൊണ്ടും അടിപൊളിയായി പോയിക്കൊണ്ടിരുന്ന ശ്രീകുട്ടിയുടെ സബ്സ്ക്രിപ്ഷൻ പെട്ടെന്ന് ഒരു ദിവസം കാണാണ്ടായി. അങ്ങനെ വെറുതെ സബ് കാണാതാവോ? ഇല്ലല്ലോ. മിക്കവാറും കാണിച്ച് ആവേശം കയറി ചേച്ചി കുറച്ച് കൂട്ടി കാണിച്ചു കാണും. അതോടെ ഇൻസ്റ്റാഗ്രാം കയ്യോടെ തൂക്കി ബാൻ കൊടുത്തതാവും. എന്തായാലും ബാക്കി രണ്ടോക്കാം. അങ്ങനെ പോസ്റ്റ് ഇടും, അങ്ങനെയൊക്കെ അടിപൊളിയായിട്ട് പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പെട്ടെന്ന് സബ് കാണുന്നില്ല ഒരു ദിവസം. ഞാൻ ആകെ ഫുള്ള് ടെൻഷൻ ആയിപ്പോയി. ഞാൻ എന്നിട്ട് ഇതിന്റെ സെറ്റിംഗ്സ് ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ 60 ദിവസത്തേക്ക് സബ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് അങ്ങനെ കാണിക്കുന്നു. പിന്നെ മെയിൽ വന്നു, 60 ദിവസത്തേക്ക് ഇൻസ്റ്റാഗ്രാമുകാർ എന്റെ സബ് കളഞ്ഞു ഗൈസ്. അങ്ങനെ 60 ദിവസം പോയി ഇന്ന് 60ാമത്തെ ദിവസമാണ് ഗൈസ്. ഞാൻ രാവിലെ നോക്കിയപ്പോൾ എന്റെ സബ് തിരിച്ചു വന്നിരിക്കുന്നു. അപ്പൊ എന്നെ പഴയ സബില് സപ്പോർട്ട് ചെയ്ത അതേപോലെ എന്റെ പുതിയ ഈ സബിലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്റെ സബ് കാണാൻ താല്പര്യമുള്ളവരും സപ്പോർട്ട് ചെയ്യണം. യാതൊരു പ്രശ്നവും ഇല്ലാതെ ഇനി അങ്ങോട്ട് പോകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇങ്ങനെ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ വിവാദങ്ങളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ കയ്യിലിരുന്ന സബ് പോയ ഞാൻ ആകെ ടെൻഷൻ ായിരുന്നു. അപ്പോൾ ഇനി നിങ്ങളുടെ മുന്നിലേക്ക് റീൽസും സ്റ്റോറിയും ഒക്കെ ആയിട്ട് ലൈവും ഒക്കെ ആയിട്ട് ഞാൻ സബിലുണ്ടാവും. അപ്പോൾ ഓക്കെ, ബൈ. എല്ലാരും സന്തോഷിച്ചാട്ടെ. അങ്ങനെ അഴിഞ്ഞാട്ടം നടത്താനായി നമ്മുടെ ശ്രീകുട്ടിക്ക് വീണ്ടും ലൈസൻസ് കിട്ടി കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്നാലും സബ്സ്ക്രിപ്ഷൻ തിരിച്ചു കിട്ടിയ കാര്യം ഇത്രയും അഭിമാനത്തോടെയും സന്തോഷത്തോടെയും പബ്ലിക്കായി വന്ന് പറയുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കാലം പോയി പോക്ക് നോക്കണേ. നഗ്നതാ പ്രദർശനവും അഴിഞ്ഞാട്ടവും ഒക്കെ ഇപ്പൊ നോർമലായി മാറിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഈ സബ്സ്ക്രിപ്ഷനിൽ തുണി ചാടുന്ന പരിപാടി ഇത്രയും പോപ്പുലർ ആയി തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞതാണ് പല പെൺകുട്ടികളും പൈസ ഉണ്ടാക്കാനുള്ള ഒരു എളുപ്പമാർഗമായി ഇതിനെ കാണുമെന്നുള്ളത്. അങ്ങനെ തന്നെ സംഭവിച്ചു തുടങ്ങി എന്നുള്ളതാണ്. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്തോ. എന്തായാലും ശ്രീകുട്ടിയുടെ മറ്റൊരു വീഡിയോ കൂടി കണ്ടോക്കാം. പച്ചക്ക് പറഞ്ഞ മോലയും കുണ്ടിയൊക്കെ ഇത്ര മോശമാണോ? ഒരിക്കലും ഇല്ല. മോശമാണെങ്കിൽ അത് കാണാൻ വേണ്ടി ഇത്ര ആൾക്കാർ ക്യൂ നിൽക്കോ? ഇല്ലല്ലോ. മുലയും കുണ്ടിയൊന്നും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയോ? ഒരിക്കലും ഇല്ല. സോ ഇത് രണ്ടും ഒരിക്കലും മോശമല്ല, വളരെ മികച്ച രണ്ട് സാധനങ്ങൾ തന്നെയാണ്. ആ കാര്യത്തോട് ഞാൻ ശ്രീകുട്ടിയോട് യോജിക്കുന്നു. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. പച്ചക്ക് അങ്ങനെ പറയുവാണെങ്കിൽ ഞാനിപ്പോ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ മറച്ചു വെച്ചിട്ട് പറയുന്നത് ഇതൊന്നും വൃത്തികെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഒരു സ്ത്രീയുടെ ശരീരാവയവങ്ങളൊക്കെ ഇത്ര മോശമാണെന്ന് പറയാൻ വേണ്ടിട്ട് എന്തുവല്ലേ? അതിന് സ്ത്രീകളുടെ ശരീരഭാഗങ്ങളൊക്കെ മോശമാണെന്ന് ആരോട് പറഞ്ഞു? ആ ശരീരഭാഗങ്ങളൊക്കെ ആട്ടിയും കുലുക്കിയും പ്രദർശിപ്പിച്ചും ഒക്കെ പൈസ ഉണ്ടാക്കുന്നതിനെതിരെയാണ് ഇവിടെ എല്ലാവരും വിമർശിക്കുന്നത്. അല്ലാതെ സ്ത്രീകളുടെ ശരീരഭാഗങ്ങൾ മോശമാണെന്നൊന്നും ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. വെറുതെ വിഷയത്തെ വളച്ചൊടിക്കാൻ നിൽക്കല്ല മോള് ബാക്കി പറ. ഈ പറയുന്ന അമ്മമാർക്കൊക്കെ ഭാര്യമാരില്ലേ, അവരൊക്കെ കണ്ണടച്ചിരിക്കുവായിരുന്നു ഭാര്യയെ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിട്ട് ആയിരുന്നോ? അങ്ങനെ കണ്ണടിച്ചിരിക്കേണ്ട ആവശ്യം എന്താണ്? നിന്നെ പോലെയുള്ള ഓൺലൈൻ ഡാഷുകളൊന്നും അല്ലല്ലോ മുന്നിൽ വന്ന് നിൽക്കുന്നത്, ഭാര്യയില്ലേ? പിന്നെ എന്തിനാണ് കണ്ണടിക്കേണ്ട ആവശ്യം? കണ്ടുകൊണ്ടിരിക്കും. അല്ലാതെ നിന്നെ പോലെ ഓൺലൈൻ വേശി ആക്കാൻ വേണ്ടിയിട്ടല്ല ഇവിടെ എല്ലാവരും കല്യാണം കഴിക്കുന്നത്. മുലയും കുണ്ടിയും നല്ലതല്ലേ, എന്നാ പിന്നെ എല്ലാവരും കണ്ടോളെന്നും പറഞ്ഞ് ഭാര്യയുടെ ശരീരഭാഗം ആരും ഇവിടെ പ്രദർശനത്തിന് വെക്കാറില്ല. പിന്നെ നീ ഇപ്പം കളയാക്കിയ അമ്മമാരില്ലേ, അവരിൽ പലരുമാണ് നിന്റെ സബ്സ്ക്രൈബേഴ്സ്. അത് മറക്കണ്ട. അല്ലാണ്ട് ദാരിദ്ര്യം പിടിച്ച് നിന്നൊക്കെ ഈ അമ്മമാരില്ലാണ്ട് വേറെ ആര് സബ്സ്ക്രൈബ് ചെയ്യാനാണ്? എന്നിട്ട് അവൾക്ക് അമ്മമാരുടെ പുച്ഛം വന്നമായി മറക്കരുത് കേട്ടോ. ബാക്കി പറഞ്ഞാലോ. ഈ പറയുന്ന എല്ലാ വീട്ടിലുള്ള അമ്മമാർക്കും പെങ്ങന്മാർക്കും ഭാര്യമാർക്കും എല്ലാവർക്കും ഈ സാധനങ്ങളൊക്കെ ഉള്ളതാ. അപ്പൊ അകത്തിരുന്ന് ആസ്വദിക്കുകയും ചെയ്യും, പുറമെ നമ്മുടെ ഇതൊക്കെ കാണുമ്പോൾ പുറമെ വന്ന് കമന്റ് വിടും, തെറിയും വിളിക്കും. എന്തിന്റെ ആവശ്യത്തിനാ?
ഇതൊരു വൃത്തികെട്ട സാധനമൊന്നുമല്ല. സ്ത്രീകളുടെ ശരീരഭാഗങ്ങളൊന്നും വൃത്തികെട്ട സാധനമല്ല. സ്ത്രീകൾക്ക് ദൈവം അനുഗ്രഹിച്ചു കൊടുത്തിട്ടുള്ള ഒരു സൗന്ദര്യം തന്നെയാണ് സ്ത്രീ ശരീരം എന്ന് കരുതി ലോകം മുഴുവൻ അത് കാണിച്ചു നടക്കണം. സ്വന്തമായിട്ട് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അതാണ് ഈ ലോകത്തിന് മുന്നിൽ പ്രദർശനത്തിന് വെക്കേണ്ടത്, അല്ലാതെ സ്വന്തം ശരീരമല്ല. അതിന് ഇവർക്കൊക്കെ സ്വന്തമായിട്ട് എന്തെങ്കിലും കഴിവുണ്ടായിട്ട് വേണ്ടേ? ഉണ്ടെങ്കിൽ ഈ പരിപാടിക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ? ഞരമ്പന്മാരുടെ ലൈംഗിക ദാരിദ്ര്യം മുതലാക്കി പൈസ ഉണ്ടാക്കുന്ന കുറെ തേർഡ് റൈറ്റ് ടീംസ് ഇഷ്ടം. എന്നിട്ടോ ഇവരോടൊക്കെ വർത്താനം കേട്ടാൽ തോന്നും ഇവരെന്തോ IAS IPS ഒക്കെ എഴുതിയിട്ടാണ് ഈ പണിക്ക് ഇറങ്ങിയത്. വലിയ ഡയലോഗടെയാണ്. ഓൺലൈൻ വ്യഭിചാരം, അത്രേ ഉള്ളൂ. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട കേട്ടോ. ബാക്കി പറഞ്ഞാലും ഇത്ര കുറ്റപ്പെടുത്താനോ പുച്ഛിക്കാനോ വൃത്തികെട്ടോ അയ്യോ എന്തൊരു വൃത്തികേടെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ പറയുന്നവരൊക്കെ ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നല്ലേ അവിടെ ഇരുന്ന് ആസ്വദിക്കുകയും ചെയ്യും, എന്നിട്ട് ഇപ്പുറത്ത് വന്നിരുന്ന് തെറിയും പറയും. വൃത്തികെട്ട ആൾക്കാർ മലയാളികൾ, കുറെ അമ്മാവന്മാര് ഫേസ്ബുക്ക്. അതെ അതെ അതെ, എല്ലാരും വൃത്തികെട്ടവന്മാര്. ഞാൻ മാത്രം എല്ലാം കഴിഞ്ഞവൻ അല്ലേ ശ്രീകുട്ടി? എങ്ങനെ സാധിക്കുന്നടേ? ഒന്നും പറയണ്ട, വല്ലാത്തൊരു ജാതിഷ്ട. ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങൾ? കഷ്ടം. ബാക്കി പറഞ്ഞാലും എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചിലപ്പോൾ ഞാൻ ക്ലീവേജ് കാണിക്കും, ചിലപ്പം മുലക്കച്ച കെട്ടി വേണം ചിലപ്പോൾ നാളെ വരും, ചിലപ്പോൾ ഞാൻ നേവൽ കാണിച്ചിട്ട് വരും. എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ഇടും. ഇതിപ്പോ ആരും പിന്നെ നീ പൊളിക്ക് പെണ്ണേ, നിന്റെ ശരീരം നിന്റെ അവകാശം, നീ എങ്ങനെയാന്ന് വെച്ചാൽ നടക്ക്. ആകെ മുങ്ങിയാൽ പിന്നെ കുളിരില്ല എന്നല്ലേ ചൊല്ലി. കാണിച്ചപ്പോ നാണൊക്കെ പോയില്ലേ? ഇനിയിപ്പോ ഒന്നില്ലാതെ നടക്കാനും നിനക്കൊന്നും മടി ഉണ്ടാവില്ല എന്നറിയാം. കുറച്ചു കഴിഞ്ഞാൽ അതും കാണേണ്ടി വരും. ഇവിടെ വസ്ത്ര സ്വാതന്ത്ര്യം, അവകാശം എന്നൊക്കെ പറഞ്ഞ് തുണിയില്ലാതെ റോഡിലൂടെ നടക്കുന്ന കുറെ പെണ്ണുങ്ങളെ കാണേണ്ടി വരും ഞാൻ അങ്ങോട്ട്. ബാക്കി പറഞ്ഞാലും എന്റെ വ്യക്തിപരമായ കാര്യമാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് എന്റെ ശരീരം അല്ലേ, എന്റെ ശരീരമാണ്. അതെനിക്ക് ഇഷ്ടമുള്ളത് കാണിക്കാം. ഞാൻ അതെനിക്ക് ഇഷ്ടമുള്ള പോലെ നടക്കും, ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടും, ഇഷ്ടമുള്ളത് കാണിക്കും. ഇവരെയൊക്കെ ബോധിപ്പിക്കണം, ഈ നാട്ടുകാരെയൊക്കെ ഞാൻ ബോധിപ്പിക്കണം. പിന്നെ ഒരു സമൂഹമായി ജീവിക്കുമ്പോൾ കുറച്ചൊക്കെ ബോധിപ്പിക്കേണ്ടി വരും മോളെ. അങ്ങനെ നിനക്ക് തോന്നിയ പോലെ ജീവിക്കാനൊന്നും പറ്റൂല. അങ്ങനെ തോന്നിയ പോലെ ജീവിക്കാനാണെങ്കിൽ നീ വല്ല ചന്ദ്രനിലോ ചൊവ്വയിലോ പോയി ജീവിക്കും. അതാകുമ്പോൾ അവിടെ വേറെ ആരും ഇല്ലല്ലോ, നിനക്ക് ഇഷ്ടമുള്ള പോലെ എന്തും ചെയ്യാം. പക്ഷെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അത് നടക്കൂല. ഇവിടെ വേറെയും മനുഷ്യന്മാരുള്ളതാണ്. ഇവിടെ കുറെ നിയമങ്ങളും വ്യവസ്ഥകളും ഒക്കെ ഉണ്ട്. അതിനനുസരിച്ച് തന്നെ ജീവിക്കേണ്ടി വരും. അല്ലാതെ എന്റെ ശരീരം എന്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞ് തോന്നിയത് പോലെ കാണിച്ചാൽ എടുത്ത് ലോക്കപ്പിലിടും. കുറെ ഉപവിപ്ലവം ആക്രികൾ ഇറങ്ങിയിരിക്കുന്നു. ഇവരുടെയൊക്കെ വിചാരം എന്താണാവോ? ഈ ലോകത്ത് ഇവര് മാത്രമേ ഉള്ളൂ എന്നാണ് ധരിച്ചു വെച്ചേക്കുന്നത്. ഓരോരോ റോക്കറ്റുകൾ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ബാക്കി പറഞ്ഞാലും അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞ് ഞാൻ മൂലയിൽ കയറിയിരിക്കണോ? എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഞാൻ ഇടും. അച്ഛൻ മരിച്ചോണ്ട് അങ്ങനത്തെ ഡ്രസ്സ് ഇടാൻ പാടില്ല. ഇതൊക്കെ എവിടുത്തെ നിയമ? കുറെ പഴഞ്ച നിയമം കൊണ്ട് കുറെ ഫേസ്ബുക്കിൽ കുറെ അമ്മാവന്മാരും അമ്മാവിമാരും ഇറങ്ങിയിട്ടുണ്ട് കുറെ കമന്റ് ഇടാൻ. വേറെ ഒരു പണിയില്ല നിങ്ങൾക്കൊന്നും. പച്ചയ്ക്ക് പറഞ്ഞ എന്റെ അവയവങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചിലപ്പോൾ ഞാൻ ക്ലീവേജ് കാണിക്കും, ചിലപ്പം മുലക്കച്ച കെട്ടി വേണം ചിലപ്പോൾ നാളെ വരും, ചിലപ്പോൾ ഞാൻ നേവൽ കാണിച്ചിട്ട് വരും. എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ഇടും. ഇതിപ്പോ ആരും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അതെന്റെ വ്യക്തിപരമായ കാര്യമാണ്. പോത്തിനോട് വേദം മോന്തിയിട്ട് കാര്യമില്ല എന്ന് കേട്ടില്ല. അതാണ് ഇവരോടൊക്കെ സംസാരിക്കാൻ പോയാൽ നമ്മൾ നാറുമെന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്തായാലും ഇന്നിങ്ങനെ വന്നിരുന്ന അശ്ലീലം സംസാരിക്കുന്ന നമ്മുടെ ശ്രീകുട്ടിക്ക് ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയുമോ? കുവൈറ്റിൽ അറബികളുടെ വീട്ടിൽ വേലക്കാരിയായി ജീവിച്ചിരുന്ന കാലം. ഗൾഫിൽ നല്ല ജോലി തരാമെന്ന് പറഞ്ഞ് ആരോ ഇവളുടെ കയ്യിൽ നിന്ന് കുറെ പൈസ വാങ്ങി. പക്ഷെ ഗൾഫിൽ പോയി നോക്കുമ്പോൾ ഏതോ അറബിയുടെ വീട്ടിലാണ് ജോലി കിട്ടിയത്. അവിടെ വെച്ച് കുറെ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നു എന്നൊക്കെ ഇവള് പഴയ ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്ന് പറയുന്നുണ്ട്. നമുക്ക് ആ ഇന്റർവ്യൂവിൽ ചില വാങ്ങുന്നുണ്ട് നോക്കാം. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. നാട്ടിൽ നിന്ന് കുറേ ലോണുകളും കാര്യങ്ങളൊക്കെ എടുത്ത് ഒരു ലേഡി അവർ പറഞ്ഞതിൻ്റെ പേരിൽ കുറേ ലക്ഷങ്ങൾ മുടക്കിയിട്ട് അവരെനിക്ക് വലിയ വാഗ്ദാനങ്ങളൊക്കെ തന്ന് കുവൈറ്റിൽ പോയതാണ്. കുറേ ഒരു 1.5 ലക്ഷം രൂപ കൊടുക്കാമെങ്കിൽ നമുക്ക് പുറത്ത് വിസ അടിച്ചു തരും, ആരുടെയും കീഴിൽ നിൽക്കണ്ട, പുറത്ത് എന്ത് ജോലി ചെയ്യാന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്തും ചെയ്യാന്ന് പറഞ്ഞു. എൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു, സാമ്പത്തികമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടിയുള്ള ഒരവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ജോലിയും ചെയ്യാമെന്ന് പറഞ്ഞു. എന്ത് ജോലി മീൻസ് എനിക്ക് പറ്റുന്ന അങ്ങനെ. അപ്പം ഞാൻ ആദ്യം ഇവരോട് ആവശ്യപ്പെട്ട ഒറ്റ കാര്യമുള്ളൂ, ഞാൻ പൈസ തരാം, പക്ഷെ എനിക്ക് ഒരു അറബിയുടെ കീഴിലോ അല്ലെങ്കിൽ ഒരാളുടെ കീഴിലോ ജോലി ചെയ്യേണ്ട. എന്താണ് അറബിയുടെ കീഴിലും വേറെ ആരുടെയും കീഴിലും ജോലി ചെയ്യേണ്ടെന്ന്? പിന്നെ അവിടെ പോയി എങ്ങനെ ജോലി ചെയ്യാനാണ്? എന്ത് ജോലിയാണ് ശ്രീകുട്ടി ഉദ്ദേശിക്കുന്നത്? അല്ല, അറിയാത്തോണ്ട് ചോദിക്കാണ്. ആദ്യമായി ഗൾഫിൽ പോകുന്ന ഒരാൾക്ക് ആരുടെയും കീഴിൽ ജോലി ചെയ്യാന്നല്ലാണ്ട് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാണ്? വെറുതെ ആകാശം നോക്കി ഇരിക്കേണ്ടി വരും. ഇവിടെ എന്താണോ ഉദ്ദേശിച്ചതില്ലേ? ആർക്കറിയാം. എന്തായാലും ബാക്കി കേട്ടോക്കാം. എനിക്ക് നിങ്ങൾ പുറത്തൊരു വിസ അടിച്ചു തന്നാൽ ഇപ്പോൾ രാവിലെ എൻ്റെ ജോലിക്ക് പോവാം, വൈകിട്ടാകുമ്പോൾ എനിക്ക് തിരിച്ചൊരു റൂം എടുത്ത് അവിടെ വന്നിട്ട് നിൽക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡും കഴിച്ചിട്ട് നിൽക്കാമല്ലോ. അങ്ങനെ ഒരു ഇതിലാണ് അവരോട് പറഞ്ഞ് അവർ സമ്മതിച്ചു. അങ്ങനെ ഇസാഫ്, മുത്തൂറ്റ്, ഡോറ, ഏതൊക്കെ ലോണുകളുണ്ട്, ഇതൊക്കെ ലോണുകളുടെ പേരാട്ടോ. ലോണുകളോ? ഓക്കെ. ഏതെല്ലാം ലോണുകളുണ്ടോ എല്ലാം ഞാൻ എടുത്തു. എല്ലാ ലോണും എടുത്ത് ഈ കിട്ടിയ കാശുകളെല്ലാം സ്വരുക്കൂട്ടി ഇവർക്ക് ഞാൻ അയച്ചു കൊടുത്തു. ഇവർ പറയുമ്പോൾ ഇവർ അക്കൗണ്ട് ഇട്ട് കൊടുത്തു. ഇവർ വിസ എല്ലാം ശരിയായി എന്ന് പറഞ്ഞു. എല്ലാം പോകാൻ സെറ്റായി. വീണ്ടും ഇവർ എന്നോട് പറഞ്ഞു ടിക്കറ്റും നീ തന്നെ എടുത്തിട്ട് പറഞ്ഞു. ഇത്രയും ലക്ഷങ്ങൾ കൊടുത്തിട്ടും വീണ്ടും ഫ്ലൈറ്റ് ടിക്കറ്റും നീ തന്നെ എടുത്തിട്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഫ്ലൈറ്റ് ടിക്കറ്റും ഞാൻ തന്നെ എടുത്തു. പിന്നെ പുള്ളിക്കാരത്തിൻ്റെ അച്ഛൻ ഇടയ്ക്കൊന്ന് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരനും കാശ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് 10-30,000 രൂപ പുള്ളിക്കും ഡയറക്റ്റ് കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അങ്ങനെ കൊടുത്തു. അങ്ങനെ എനിക്ക് മൊത്തത്തിൽ അവിടെ നിന്നും നഷ്ടം, നാട്ടിൽ നിന്നും നഷ്ടം, എല്ലാം കൂടി 3.5 ലക്ഷം രൂപ ഇവരുടെ പേരിൽ പോയി. ആ കട ഞാൻ ഈ കഴിഞ്ഞൊരിട കൊണ്ടാണ് വീട്ടിൽ തീർത്തത്. ഇത്രയും ലക്ഷങ്ങൾ ഞാൻ വീട്ടിൽ തീർത്തത്. വല്ലവരും കൊണ്ടുപോയ കാശ് ഞാൻ വീട്ടിൽ തീർത്തു.
ഇവിടുന്ന് കുവൈറ്റിൽ പോയി. കുവൈറ്റിൽ ചെന്നപ്പോൾ ഫസ്റ്റ് ചെന്നിറങ്ങിയപ്പോൾ അവരുടെ റൂമിൽ നിർത്തി. അവർ എൻ്റെ അറിവിൽ നാട്ടിൽ കല്യാണം കഴിച്ച് മക്കളൊക്കെ ഉള്ളതാണ്. പക്ഷെ അവിടെ ഈ ലേഡി അവിടെ ഞാൻ ചെല്ലുമ്പോൾ ഇവരുടെ കൂടെ അവിടെ വേറൊരാണുണ്ട്. അപ്പൊ അവിടുത്തെ അവരുടെ കാമുകനാണ് പുള്ളിക്കാരൻ. ആ ലേഡിയുടെ പേര് പറയാൻ ധൈര്യമുണ്ടോ? ഇല്ല, പേര് ധൈര്യം ഇല്ലാത്തതിൻ്റെ അല്ല, ഞാൻ അവരെ വലിച്ചഴക്കുന്നില്ല. എൻ്റെ കാര്യങ്ങൾ അറിഞ്ഞാൽ മതി, അവര് ജീവിച്ചു പൊക്കോട്ടെ. അങ്ങനെ എന്തിനാണ് ശ്രീലക്ഷ്മി അവരെ പേടിക്കുന്നത്? കാരണം ശ്രീലക്ഷ്മീനെ ഇത്രയും പൈസ പറ്റിച്ചു, ശ്രീലക്ഷ്മീനെ അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. ഇങ്ങനെ പൈസ പറ്റിച്ച ഒരാളുടെ പേര് പറയാൻ എന്താണ് എത്ര മടി അല്ലെങ്കിൽ പേടി? കുറെ പൈസ പറ്റിച്ചെന്ന് മാത്രമല്ല, ഇവളെ ഗൾഫിൽ കൊണ്ടുപോയി ഏതോ അറബീന്റെ വീട്ടിൽ ഗദ്ദാമ ജോലിയാണ് കൊടുത്തത്. അങ്ങനെയും ഇവളെ പറ്റിച്ചു, കുറെ കഷ്ടപ്പെടുത്തി. ഇത് ഞാൻ പറഞ്ഞതല്ല, ശ്രീലക്ഷ്മി തന്നെ ഇന്റർവ്യൂവിൽ തുടർന്ന് പറയുന്നുണ്ട്. എന്നിട്ടും ഇത്രയും കഷ്ടപ്പെടുത്തിയ ഒരാളുടെ പേര് പറയാൻ എന്തിനാണ് ശ്രീലക്ഷ്മി പേടിക്കുന്നത്? എന്തോ ഒരു ഉടായ്പ മണക്കുന്നില്ലേ എന്നൊരു സംശയം. നിർമാർക്കിലാണ് ഡോക്ടർ. പിറ്റേന്ന് ഇവര് ഒരു വൈകിട്ടൊക്കെ ആയപ്പോൾ ഇവർ പറഞ്ഞു, നിനക്കൊരു അറബിയാണ് വിസ അടിച്ചു തരുന്നത്. അപ്പോൾ ആ അറബിയുടെ വീട്ടിൽ നമ്മളൊന്ന് പോകണം. പോയിട്ട് 3 ദിവസം അറബിയുടെ വീട്ടിൽ നിൽക്കണം. കാരണം അറബിയുടെ വീട്ടിൽ കുറച്ച് കുഞ്ഞു പിള്ളേരുണ്ട്. ബേബി കെയറിനാണ് എന്നെ കൊണ്ടുവന്നത്. വീട്ടിൽ പോയി ഓരോരുത്തരുടെ വീട്ടിൽ പോയിട്ട് കുഞ്ഞുങ്ങളെ നോക്കുക. വൈകിട്ടാകുമ്പോൾ നമ്മുടെ വീട്ടിൽ വരിക, നമ്മുടെ റൂമിൽ വരിക, റെസ്റ്റ് എടുക്കുക, തിരിച്ച് രാവിലെ വീണ്ടും ജോലിക്കുക. അങ്ങനെയാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. അപ്പം ഈ രാവിലെയാണ്, നേരം വെളുത്തപ്പാണ് വിളിച്ചിട്ട് എന്തൊക്കെയോ ഇവർ നോർമലി പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരുമല്ല, ഇവരങ്ങ് അലറുകയാണ്. എന്തൊക്കെയോ കിടന്ന് അലറുക, എന്തൊക്കെയോ പറയുന്നു. അറബിയുടെ ഒന്നും അറിയാത്ത ഞാനിങ്ങനെ ഇതെന്തോ പറയുന്നതെന്ന് അറിയാതെ പേടിച്ചിട്ട് വിറച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും. ഇവരെന്തോ പറയുന്നേ എനിക്കറിയില്ല, ഇവരെന്തോ പറയുന്നു. എന്നിട്ട് ഇവർക്ക് കുറേ നേരം ഇവർ അലച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നിസ്സഹായ അങ്ങേ അറ്റമായിട്ട് നിൽക്കുമ്പോൾ ഇവർ നമ്മളെ പിടിച്ച് തെള്ളിയിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് ഇവിടെ തുടക്കി, അതെടുത്ത് തുടക്കി, തൂക്ക്, പാത്രം കഴുകി, ഇതാണ് കാണിച്ചു തരുന്നത്. നമ്മളെ തെള്ളുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തെള്ളി കൊണ്ടുപോയിട്ട് ഇവർ കാണിച്ചു തരുന്നത്. ഇത് ചെയ്യാനാണ് ഈ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലായില്ലെന്ന് അവർക്ക് തോന്നുമ്പോൾ അവർ കാണിച്ചു തരുന്നതാണ്. അപ്പം ഞാൻ അത് ചെയ്യും. ഞാൻ ഇത് ചെയ്യാനല്ല വന്നേ, ഈ വീട്ടുജോലികൾ ചെയ്യാനല്ല ഞാൻ വന്നേ എന്ന് ഞാൻ എന്നെ കൊണ്ടുപോയവരോട് തന്നെ ഫോൺ തരുമ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട്, ഇതിനല്ലല്ലോ ഞാൻ വന്നേ. അപ്പൊ അവരെന്താ പറയുന്ന മറുപടിയൊക്കെ? ഇവിടെ 2-3 ദിവസം നിൽക്കുക, അന്ന് അത് കഴിയുമ്പോൾ മാറ്റും, വേറെ നിനക്ക് റൂമെല്ലാം സെറ്റ് ആക്കുന്നുണ്ട്, എല്ലാം സെറ്റ് ആയിക്കൊണ്ടിരിക്കുക, വിസയുടെ പ്രോസസ്സിങ് നീ ഇവിടെ നിന്ന് ഓക്കെ ആയിക്കഴിഞ്ഞാൽ വിസയുടെ പ്രോസസ്സിങ് നടക്കും, ഇവർ തന്നെ കൊടുത്തെല്ലാം ശരിയാക്കും. ഇപ്പം അവർ പറയുന്നത് കേട്ട് നിൽക്കുക, അവർ പറയുന്നത് കേട്ട് നിൽക്കുന്നു. നമുക്ക് നിന്നേ പറ്റൂ, അതാണ് അവസ്ഥ. തിരിച്ച് നാട്ടിൽ പോകാൻ പറ്റുന്ന അവസ്ഥയൊന്നും അല്ല. എന്നിട്ട് ചെസ്റ്റൊക്കെ എല്ലാം റിമൂവ് ചെയ്തിട്ട് ഭയങ്കര തടി. ഞാൻ അന്ന് എനിക്ക് 22 വയസ്സാണ്, ഇപ്പം ഞാൻ ഇത്രയേ ഉള്ളൂ. അവരെ ഞാൻ പിടിക്കുകയും എടുക്കുകയും വാഷ്റൂമിൽ കൊണ്ടുപോയി അങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്യണം. എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല അതൊന്നും. ഓരോ സമയത്ത് ഇവർ വിളിക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, എനിക്കിത് പറ്റുന്നില്ല, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണിയല്ല ഇത്. ഈ ഇത്രയും പ്രായമുള്ള സ്ത്രീയെ ഞാൻ പിടിച്ചാലൊന്നും നിൽക്കില്ല. ഇവർ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുക. ഇവർ വാഷ്റൂമിൽ പോയിരിക്കുമ്പോൾ ഇവരുടെ ഒരു സ്വഭാവമാണ് നമ്മൾ അവിടെ തറ തുടച്ചുകൊണ്ടിരിക്കണം. ഇവർക്ക് വാഷ്റൂമിൽ എപ്പോൾ പോകണമെന്ന് തോന്നിയാലും വാഷ്റൂമിൽ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ ചുമ്മാ നമ്മളായിട്ട് പണിയെടുപ്പിക്കും. നമ്മൾ അവിടെ തൂത്തും തുടച്ചുകൊണ്ടിരിക്കണം. അവരെന്തൊരു പറയുന്നത് നമ്മൾ മനസ്സിലാവാതെ എന്തുവാന്ന് അറിയാതെ ഇവരുടെ മുന്നിൽ നോക്കി ഇവര് കുത്തി നടക്കുന്ന ഒരു വടിയുണ്ട്, അത് വെച്ചടിക്കുക. അടി കൊണ്ടിട്ട് എൻ്റെ പുറമൊക്കെ കരിനീലിച്ച് ഇങ്ങനെ ആയി. എന്നിട്ട് ഞാൻ ഇവരോട്, എന്നെ കൊണ്ടുപോയവരോട് ഞാൻ പറയുന്നുണ്ട്, എനിക്കിവിടെ പറ്റത്തില്ല എന്ന്. അപ്പം ഒരു ദിവസം എന്നെ കൊണ്ടുപോയവർ തന്നെ പറഞ്ഞു, നീ എങ്ങനെ, ഞങ്ങൾക്ക് നിന്നെ ഇനി രക്ഷിക്കാൻ പറ്റത്തില്ല എന്ന്. കൊണ്ടുപോയവർ തന്നെ പറയാം, ഞങ്ങൾക്ക് നിന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല, ഫുഡ് കഴിക്കാനില്ല, ഫുഡ് നമുക്ക് തരില്ല. ഫുഡ് രാവിലെ എല്ലാം ഞാൻ വെള്ളം കുടിച്ച് വയറ് നിറയ്ക്കും. പിന്നെ ഇവർ കഴിച്ചിട്ട് കളയുന്ന ഫുഡുണ്ട്, വേസ്റ്റ്. അത് അവസ്ഥയൊന്നും ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അവർ കളയുന്ന വേസ്റ്റിന്റെ വിശപ്പ് കാരണം ഞാൻ എടുത്ത് കഴിക്കും. അവർ അടി ഇടി. നാട്ടിൽ പോകണമെന്ന് പറയുമ്പോൾ അയാൾ പിന്നീട് എനിക്ക് അവിടുത്തെ അറബി പറഞ്ഞ് മനസ്സിലാക്കി തന്നെ എന്നെ ആ വീട്ടിൽ ഇവർ കൊണ്ടുപോയി കൊടുത്തിട്ട് അവരോട് എത്രയോ കാശ് വാങ്ങിയിട്ടുണ്ട്. ആ കാശ് തിരിച്ചു കൊടുക്കാതെ അറബി എന്നെ നാട്ടിൽ വിടില്ല. ഞാനവിടെ 1.5 വർഷം ജോലി ചെയ്ത കാശും എനിക്ക് കിട്ടിയില്ല. അതും എന്നെ കൊണ്ടുവന്നവർ കയ്യിലാണ് കൊടുത്തത്. അവർ നാട്ടിൽ അയക്കുന്ന പറഞ്ഞാൽ എനിക്ക് ബന്ധമില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. ക്യാഷ് കൊടുക്കുന്നു, എൻ്റെ വിചാരം കൊടുക്കുന്നുണ്ടാവും, നാട്ടിൽ അയക്കുന്നുണ്ടാവും, നാട്ടിലൊന്നും കിട്ടിയിട്ടില്ല. എനിക്ക് ഏറ്റവും സങ്കടമായത് അവരുടെ കരഞ്ഞ് അപേക്ഷിച്ചിട്ടുണ്ട്, എന്നെ എങ്ങനെയും നാട്ടിൽ കയറ്റി വിട്. എൻ്റെ ഓരോ എല്ലുകളും ഇങ്ങനെ എണ്ണി പറക്കായിരുന്നു. ഞാൻ അവിടെ വാഷ്റൂമിൽ കയറുമ്പോൾ മിററിൽ നോക്കും, എന്നിട്ട് ഞാൻ തന്നെ എൻ്റെ ഇവിടുത്തെ വാരിയെല്ലുകൾ അങ്ങനെ തെളിഞ്ഞു കാണാം. അങ്ങനത്തെ അവസ്ഥ നിന്നിട്ട് പോലും എന്നോട് അവർക്ക് മനസ്സാക്ഷി തോന്നിയിട്ടില്ല. എന്നിട്ട് അവസാനം എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഇവരെ വിളിച്ചു, എന്തൊക്കെയോ പ്രശ്നമായപ്പോൾ ഒരിക്കൽ ഈ ലേഡി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് എങ്ങനെയും ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയെങ്കിൽ
എംബസി ഇറങ്ങാൻ പറ്റിയ നിന്നെ ഞങ്ങൾ രക്ഷിക്കാം. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും അങ്ങനെ ഒരു ദിവസം അവൾ അവിടെ നിന്നും ഇറങ്ങിയോടി രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ വീണ്ടും ഇവളെ ഗൾഫിലേക്ക് കൊണ്ടുവന്ന് ദുരിതത്തിലേക്ക് തള്ളിവിട്ട ആ സ്ത്രീയെ വിശ്വസിച്ച് വീണ്ടും ഗൾഫിലേക്ക് പോയി. അവളുടെ കൂടെ തന്നെ പോയി. അങ്ങനെ വീണ്ടും മറ്റൊരു അറബിയുടെ വീട്ടിൽ പോയി പെട്ടു. അങ്ങനെ അവിടെ നിന്നും കുറെ അനുഭവിച്ചു. പക്ഷെ എന്നിട്ടും ഇവൾ പഠിച്ചില്ല എന്നുള്ളതാണ്. അവിടെ നിന്നും വീണ്ടും രക്ഷപ്പെട്ടു. ഇവൾ എങ്ങനെയൊക്കെയോ പോയത് വീണ്ടും ഈ സ്ത്രീയുടെ അടുത്തേക്കാണ്. എന്നിട്ടോ അവൾ വീണ്ടും ശ്രീലക്ഷ്മിയെ പറ്റിച്ചു എന്ന് പറയുന്നുണ്ട്. ഒരു തവണ നമ്മൾ പറ്റിക്കപ്പെട്ടു, ഓക്കെ, അബദ്ധം പറ്റിയതാണെന്ന് വെക്കാം. രണ്ടാം തവണയും പറ്റിക്കപ്പെട്ടു, അതും പോട്ടെന്ന് വെക്കാം. ഇങ്ങനെ 2 തവണ പറ്റിച്ചവരുടെ അടുത്തേക്ക് 3-ാം തവണ പോകുന്നതിന്റെ യുക്തി എന്താണെന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ട് നമ്മൾ മനസ്സിലാവുന്നില്ല. മൊത്തത്തിൽ നോക്കുമ്പോൾ എന്തോ ഒരു ഉടായ്പ മണക്കുന്നില്ലേ എന്നൊരു സംശയം. എന്തായാലും താൻ അവിടെ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയാണ് ശ്രീലക്ഷ്മി പറയുന്നത് സത്യമാണോ ഇല്ലേ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും പിന്നീട് ഇവൾ ടിക്ടോക്ക് ഒക്കെ തുടങ്ങി, അത്യാവശ്യം വൈറലായി. പിന്നീട് നാട്ടിൽ വന്ന് ഇൻസ്റ്റാഗ്രാമിലേക്ക് മാറി, ഇന്നേ കാണുന്ന നിലയിലെത്തി. ഇപ്പോൾ ഇത് അഴിഞ്ഞാടി നടക്കുകയാണ്. ഗൾഫിൽ വെച്ച് കുറെ അനുഭവിച്ചെന്ന് കരുതി അത് അഴിഞ്ഞാടാനുള്ള ലൈസൻസ് ആവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, ഇതുപോലെ ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലും ശരീരം കാണിച്ച് നടക്കുന്ന ഒട്ടുമിക്ക പെണ്ണുങ്ങളും ഇതുപോലുള്ള ദുരന്തം ബാക്ക് സ്റ്റോറി പറയുന്നത് കേൾക്കാറ്. ഗൾഫിൽ പോയി പറ്റിക്കപ്പെട്ട കഥ, അങ്ങനെ നിവൃത്തിയില്ലാതെ വേശ്യയാവേണ്ടി വന്ന കഥ, ഇതൊക്കെ ഉള്ളതാണെന്ന് ദൈവത്തിന് അറിയാം. എന്തായാലും ശ്രീലക്ഷ്മി കഷ്ടപ്പെട്ട് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ശരീരം പ്രദർശിപ്പിക്കുന്നതല്ല എന്ന് നമുക്ക് അവളുടെ സംസാരം കേട്ടാൽ തന്നെ മനസ്സിലാക്കുമല്ലോ അല്ലെ. അവൾ ഇതൊക്കെ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കുന്നത് ഒരു ക്രെഡിറ്റ് ആയിട്ടാണ് ആൾ കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ അവസ്ഥയിലേക്ക് എത്തിയത് എന്നൊന്നും ആരും പറയാൻ നിൽക്കണ്ട. അങ്ങനെ ഒരു സഹതാപവും ന്യായീകരണവും ഇവൾ അർഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.